ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കയറ്റം കയറി മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുറ്റിക്കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വികൃത രൂപം പെട്ടെന്ന് ചാടി അവളുടെ മുമ്പിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ വയറൊട്ടിയിരുന്നു, വേഷം മുഴുവൻ കീറി പറഞ്ഞിരുന്നു, മുഖം മാത്രം ചെളി പുരണ്ടിരുന്നു. അദ്ദേഹം നേരെ ഓടി വന്നു കഴിഞ്ഞ ശേഷം ആ കുട്ടിയുടെ ബാഗ് പെട്ടെന്ന് തുറന്ന് അതിനകത്ത് നിന്ന് ആ ചോറ്റുപാത്രം എടുത്തതിന് ശേഷം ഈ കുറ്റിക്കാറ്റിനുള്ളിലേക്ക് ഓടി പോവുകയാണ്. ഈ കുഞ്ഞ് പേടിച്ചുപോയി. ആ കുഞ്ഞ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇയാൾ വേറൊന്നും ശ്രദ്ധിക്കാതെ ആ പാത്രം തുറന്ന് ആർത്തിയോടുകൂടി അതിനകത്തുള്ള ചോറിങ്ങനെ വാരി വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ പാദസരമിട്ട 2 കുഞ്ഞിക്കാലികൾ കാണുന്നു. അത് ഈ മോൾഡിലാണ്. അപ്പൊ കുഞ്ഞിനോട് ചോദിച്ചു, നീ പോയില്ലേ എന്ന് ചോദിച്ചു. ആ കുട്ടി നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ചോറ് കഴിച്ചിട്ട് പാത്രം എന്താ, ആ പാത്രമായിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ അമ്മ ചീത്ത പറയുമെന്ന് പറഞ്ഞു. നിഷ്കളങ്കമായ ഉത്തരം. പാത്രം മുഴുവനത്തെ ചോറ് വാരി തിന്നു കഴിഞ്ഞ ശേഷം ആ പാത്രവുമായിട്ട് ആ മനുഷ്യൻ പുറത്തേക്ക് വന്ന ആ പാത്രം തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ കുഞ്ഞ് നോക്കുന്നത് അയാളുടെ ഒട്ടിയ വയറിലേക്കാണ്. ആ ഒട്ടിയ വയറിലേക്ക് നോക്കിക്കൊണ്ട് ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, നിന്റെ വലിയ വയറിനകത്തേക്ക് ഈ ചോറ് തികഞ്ഞില്ലല്ലേ? ഈ കുഞ്ഞു പാത്രത്തിൽ കൊണ്ടുവന്ന ചോറ് നിനക്ക് മതിയായില്ലല്ലേ? നാളെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് കൂടുതൽ ചോറ് കൊണ്ടുവരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചൊരു കഥയാണ് ഇത്. ഇതുപോലെയാണോ എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഞാൻ ശശിയേട്ട പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് ഓർത്തെടുത്താണ് ഞാൻ ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു മനോഭാവം, ഇതിനെയാണ് സാധാരണ നമ്മൾ ഹ്യൂമാനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനവികത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങളൊരു പക്ഷേ ഈ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. മാത്തമാറ്റിക്സും സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചെടുക്കാത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ നിങ്ങൾ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കാത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഹ്യൂമാനിറ്റിയാണ്, മാനവികതയാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവും എന്ന് ഒരു അധ്യാപകൻ ബോർഡിൽ എഴുതി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, H2O എന്ന് എഴുതി പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അറിയേണ്ട ഒരു കാര്യം,